വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഒഫൻസസ് റിലേറ്റഡ് ടു മാരേജ് അണ്ടർ BNS എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 3 ഉള്ളത് മോക്ക് മാരേജസ്, ബൈഗമി, എലോപ്മെൻറ്റ്. അതിൽ ആദ്യത്തെയാണ് മോക്ക് മാരേജസ് എന്ന് പറയുന്നത്. സെക്ഷൻ 81 ആൻഡ് 83 ഓഫ് BNSലാണ് മോക്ക് മാരേജസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 81 പ്രകാരം പറയുന്നത് ഫോൾസ് ബിലീഫ് ഓഫ് മാരേജ്, അതായത് ഫോൾസ് ആയിട്ടൊരു ബിലീഫ് കൊടുക്കുകയാണ് ഒരു ലോഫുൾ ആയിട്ടുള്ള മാരേജ് ചെയ്യാം എന്നുള്ളത്. രണ്ടാമത്തേത് അവിടെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടാവണം. അതായത് ഈ പറയുന്ന ബിലീഫ് കൊടുത്തത് എന്തിനായിരിക്കണം? ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം വരെയാണ് ഇംപ്രിസൺമെൻറ്റ് ഉള്ളത്. ഇനി സെക്ഷൻ 83 നമ്മൾ പറഞ്ഞു സെക്ഷൽ ഇൻ്റർകോഴ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് സെക്ഷൻ 81 പ്രകാരം ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് സെക്ഷൻ 83. ഒരു ഫ്രോഡ്ലൻ്റ് ആയിട്ട് മാരേജ് ചെയ്തു, അവിടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻ്റർകോഴ്സ് ആണെങ്കിൽ പോലും അവിടെ ഇംപ്രിസൺമെൻറ്റ് ഉണ്ടാവും. അത് 7 years ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കും. അടുത്തതാണ് ബൈഗമി. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള സ്പൗസ് അലൈവാണ്, ജീവനോടെയുള്ള ഒരാളാണെങ്കിൽ സെക്കൻഡ് മാരേജ് ചെയ്യുന്നത് പണിഷബിളാണ്. 7 years ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കും. ഡിവോഴ്സ് കഴിയാതെ അതിന് മുന്നേ തന്നെ ഒരാൾ അലൈവായിട്ടുണ്ട്, മാരേജ് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് പണിഷബിളാണ്. ഇനി കൺസീൽമെൻറ്റ് ഓഫ് ഫസ്റ്റ് മാരേജ് മറച്ച് വെച്ചുകൊണ്ടാണ് വീണ്ടും ഒരു മാരേജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 10 വർഷം വരെ തടവ് കിട്ടും. ഇതിന് നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് മാരേജ് വോയിഡ് ആണെങ്കിലോ ഡിവോഴ്സ്ഡ് ആണെങ്കിലോ 7 വർഷമായിട്ടും കാണാനില്ലാത്ത ഒരാളാണെങ്കിലോ മുസ്ലിം ലോ പ്രകാരമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് മാരേജ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ക്രിമിനൽ എലോപ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 84ലാണ് ക്രിമിനൽ എലോപ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ടേക്കിംഗ് എവേ ഓഫ് മാരീഡ് വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഇലിസിറ്റ് ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ട് ഒരു മാരീഡ് ആയിട്ടുള്ള വുമണിനെ ടേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രിമിനൽ എലോപ്മെൻറ്റ് എന്ന് പറയും. ഇവിടെ വൈഫിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഇൻമെറ്റീരിയലാണ്, അതായത് അത് കൺസെൻ്റായിട്ട് കൺസിഡർ പോലും ചെയ്യില്ല. ഇതിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് 2 years ഇംപ്രിസൺമെൻറ്റ്, ഫൈൻ ഓർ ബോത്ത് ആയിരിക്കും. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.